വിശദമായ വാർത്തകളിലേക്ക്. ഉപ്പുതറ പഞ്ചായത്തിലെ 2-3 വാർഡുകളിൽ നിർമ്മിച്ച ലൈഫ് വീട് നിർമ്മാണത്തിലും കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണത്തിലും സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി. 2-3 വാർഡുകളിലെ ഉന്നതി അധ്യക്ഷന്മാരും ഉന്നതി നിവാസികളും ഒപ്പിട്ടിട്ടുള്ള പരാതിയാണ് നൽകിയത്. ഉപ്പുതറ പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനെതിരെയും പരാതിയുണ്ട്. കളക്ടറെ കൂടാതെ ജോയിന്റ് ഡയറക്ടർക്കും പരാതി നൽകി. വാക്കത്തി മേമാരി ഉന്നതിയിൽ കോർപ്പസ് ഫണ്ട് ഉൾപ്പെടുത്തി 2 സാംസ്കാരിക നിലയങ്ങൾക്കായി 34 ലക്ഷം രൂപ 2018-19 വർഷം അനുവദിച്ചിരുന്നു. ഫണ്ടിൽ നിന്നും ഈ സാംസ്കാരിക നിലയങ്ങൾക്കുള്ള ഉപകരണങ്ങളും ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലഭിക്കുമെന്നും അറിയിച്ചിരുന്നു. ഉപ്പുതറ പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പണികൾക്ക് നേതൃത്വം വഹിച്ചത്. 2 സാംസ്കാരിക നിലയങ്ങളും ടെൻഡർ എടുത്തത് ബിസ്റ്റോ പടിവാർ എന്നയാളാണ്. ഇയാളുടെ ബിനാമി പേരിൽ പണികൾ ചെയ്തത് പഞ്ചായത്തിലെ തന്നെ താൽക്കാലിക ജീവനക്കാരനായ ടെക്നിക്കൽ അസിസ്റ്റന്റ് ബിപിൻ തോമസ് ആണ്. വാക്കത്തി മേമാരി സാംസ്കാരിക നിലയങ്ങളുടെ പണികൾ പൂർത്തീകരിക്കാതിരുന്നപ്പോൾ വാക്കത്തി ഉന്നതിയിലെ അധ്യക്ഷൻ സജി മൂപ്പന്റെ പരാതിയിൽ പണി പൂർത്തിയാക്കാതെ ബില്ല് മാറിയതായി വ്യക്തമായി. കമ്മ്യൂണിറ്റികളും അതുപോലെ ലൈഫ് ഭവന പദ്ധതിയിൽപ്പെടുത്തി നിർമ്മിച്ച വീടിന്റെയും പണികൾ ഇതുവരെ തീർന്നിട്ടില്ല. അതിന്റെ ബില്ലെല്ലാം മാറുകയും ചെയ്തിട്ടുണ്ട്. കണ്ണമ്പടി ഉന്നതിയിലെ 20ഓളം വരുന്ന ലൈഫ് വീടുകളും ബിനാമി പേരി കോൺട്രാക്ട് എടുത്തതും പണികൾ ചെയ്തു വന്നതും ബിപിൻ തോമസ് ആണ്. എന്നാൽ മിക്ക വീടുകളിലെയും പണി പൂർത്തിയാക്കാതെ ആളുകളെ ഭീഷണിപ്പെടുത്തിയും കബളിപ്പിച്ചും 6 ലക്ഷം രൂപയും തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള 25,000 രൂപയും വാങ്ങിയെടുത്ത് കടന്നു കളഞ്ഞു. ഗുണഭോക്താക്കളെ കൊണ്ട് തന്നെ വീട് നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ സൈറ്റിൽ എത്തിപ്പിക്കുകയും ഇയാൾ ചെയ്തിരുന്നു. നിർമ്മിച്ച വീടുകൾ, കമ്മ്യൂണിറ്റി ഹാൾ എന്നിവ ഇപ്പോൾ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലുമാണ്. ഗുരുകുമാരുടെ സാന്നിധ്യത്തിൽ ഒരു സമര പരിപാടി തന്നെ മുമ്പോട്ട് വെക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം ഇത്രയും അഴിമതി നടത്തിയ ഒരാളെ പഞ്ചായത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഞങ്ങൾക്ക് ആദിവാസികൾക്ക് തന്നെ ഒരു മാനക്കേടാണ്. കാരണം ഇത്രയും വീട് 10-20 വീട് പിടിച്ചു, അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. 2 കമ്മ്യൂണിറ്റി ഹാൾ പിടിച്ചു, അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. പൈസ എല്ലാം ബില്ല് മാറി എടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരാളെ പഞ്ചായത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ തെറ്റായൊരു നടപടിയാണ്. അതിനെതിരെ ശക്തമായ നടപടിയുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഇയാൾ 2012 മുതൽ പഞ്ചായത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. ക്രമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇയാൾ പഞ്ചായത്തിൽ നടത്തുന്നത്. ഇയാൾ പഞ്ചായത്തിൽ തന്നെ വേറെ ഒട്ടനവധിയായ പൊതുമരാമത്ത് പ്രവൃത്തികൾ ബിനാമി പേരിൽ മുമ്പും ചെയ്തു വന്നയാളാണ്. പഞ്ചായത്തിൽ തന്നെ പെർമിറ്റ് ഇല്ലാതെ വീടുകളുടെ പെർമിറ്റ് എടുത്ത് വൻകിട ഹോം സ്റ്റേ, റിസോർട്ടുകൾ എന്നിവ നിർമ്മിച്ചു നൽകുന്നതായും ഇയാളുടെ സ്വന്തം വീട്ടിലേക്ക് പഞ്ചായത്തിന്റെ പൊതുഫണ്ട് ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ചതായും സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും ലോഗിൻ ഉപയോഗിച്ച് ബില്ല് മാറിയതായും ആക്ഷേപമുണ്ട്. നമ്മളിങ്ങനെ പണിത് കമ്മ്യൂണിറ്റി കാർഡ് അതുപോലെ വീടൊക്കെ പണിത് ഇങ്ങനെ കൊണ്ടുപോയി നമ്മുടെ ഈ ആദിവാസികളെ ഇങ്ങനെ ചൂഷണം ചെയ്തിങ്ങനെ കൊണ്ടുപോകുന്ന ഈ ഒരു പഞ്ചായത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന പുള്ളിനെ ഒരു കാരണവശാലും ഇവിടെ തുറന്ന് അനുവദിക്കുന്നതാണ് കണ്ണമ്പടി നിവാസികളോടൊക്കെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു മുപ്പന്മാരാണ് ഞങ്ങളിങ്ങനെ കളക്ടർക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പരാതി കൊടുത്ത് അതിനൊരു നിയമ നടപടി ഉണ്ടാക്കി ഈ കണ്ണമ്പള്ളിയിലെ ആദിവാസികളെ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നുമാണ് ഉന്നതി അധ്യക്ഷന്മാരുടെയും ആദിവാസികളുടെയും ആവശ്യം. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.